എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഇഷ്ട സിനിമകൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പരിപാടിയിൽ ഉൾപ്പെടുത്തുന്നത് നഖക്ഷതങ്ങൾ എന്ന സിനിമയാണ്. 1986 MT വാസുദേവൻ നായർ രചിച്ച് ഹരിഹരൻ സംവിധാനം ചെയ്ത സിനിമയാണ് നഖക്ഷതങ്ങൾ. വിനീത്, മോനിഷ, തിലകൻ, കബീർ പൊന്നമ്മ, ജഗന്നാഥ വർമ്മ, പപ്പു, ബഹദൂർ ഇവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. അതുപോലെ നമ്മുടെ ഇഷ്ടഗായകനായ P. ജയചന്ദ്രനും ഈ സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. സിനിമയുടെ ഗാനരചന ONV കുറുപ്പ്, സംഗീത സംവിധാനം രവി ബോംബെ. യേശുദാസും ജയചന്ദ്രനും ചിത്രയും ആലപിച്ച അതിമനോഹരങ്ങളായ ഗാനങ്ങളും പ്രണയ മുഹൂർത്തങ്ങളെയും കൊണ്ട് അതിമനോഹരമാണ് നഖക്ഷതങ്ങൾ. കൂടാതെ ഈ സിനിമയ്ക്ക് ഒരുപാട് ദേശീയ അവാർഡുകൾ കിട്ടിയിട്ടുള്ള സിനിമയാണ്. നല്ല നടിക്കുള്ള ദേശീയ പുരസ്കാരം മോനിഷയ്ക്കും, ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ചിത്രയ്ക്കും ലഭിച്ച ഒരു സിനിമയാണ്. സിനിമയുടെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ഗുരുവായൂർ അമ്പലവും പരിസര പ്രദേശവുമാണ്. കൂടാതെ വള്ളുവനാടിൻ്റെ ചില ഭാഗങ്ങളും വള്ളുവനാടൻ ഭാഷയെയും നിലാവുള്ള രാത്രിയിൽ നിറഞ്ഞൊഴുകുന്ന നിളയുടെ മനോഹാരിതയുമൊക്കെ നമുക്ക് ആ സിനിമയിൽ കാണാൻ സാധിക്കും. MT വാസുദേവൻ നായരുടെ അതിമനോഹരമായ രചനയാണ്. അതിനൊപ്പം തന്നെ ഹരിഹരൻ എന്ന സംവിധായകൻ്റെ സംവിധാന മികവ് കൂടിയാകുമ്പോൾ ആ സിനിമ എക്കാലത്തെയും ഒരു പ്രണയ കാവ്യമായി മാറുകയായിരുന്നു. സിനിമയുടെ ഒരു കഥാപശ്ചാത്തലം ഗുരുവായൂർ അമ്പലത്തിൽ ഭജനയിരിക്കാൻ വരുന്ന അമ്മാവൻ്റെ സഹായിയായി വരുന്ന രാമു, അതുപോലെ മുത്തശ്ശിയുടെ സഹായിയായി വരുന്ന ഗൗരിയും തമ്മിലുള്ള പ്രണയത്തിൻ്റെ കഥയാണ്. അവരാ ഭക്തിസാന്ദ്രമായ ആ അന്തരീക്ഷത്തിൽ വെച്ച് അവർ തമ്മിൽ കാണുന്നതും അവരുടെ കണ്ണുകൾ കഥ പറയുന്നതുമൊക്കെയാണ് ഈ സിനിമയുടെ ഒരു ഭംഗി. രാമായണം, ഭാഗവതം, ഗുരുവായൂർ മാഹാത്മ്യം, സൗന്ദര്യലഹരി, ഗുരുവായൂർ മാഹാത്മ്യം, സൗന്ദര്യലഹരി, രാമായണം, ഭാഗവതം, നാരായണീയം, സൗന്ദര്യലഹരി രണ്ടിന് വേണം. രാമായണം, ഭാഗവതം, നാരായണീയം. കൃഷ്ണ, ഗുരുവായൂരപ്പ, കാത്തുരക്ഷിക്കണേ. ഗുരുവായൂർ മാഹാത്മ്യം ഒപ്പം നടക്കണ കോശവ. അല്ല, സൗന്ദര്യലഹരി ഒരു കോപ്പി വാങ്ങായിരുന്നു. 2 റുപ്യുള്ളൂ. 2 റുപ്യ വെറുതെ ഉണ്ടാവണ. കണ്ണിക്കണ്ട പുസ്തകമൊക്കെ വാങ്ങാൻ കാശേ. ലഹരി ഞാനൊന്നും പറയണില്ല. ഇത് ശങ്കരാചാര്യരുടെ സ്തോത്രമാണ് മാമ. സൂക്ഷിക്കാൻ കൊടുക്ക്. ടോക്കൻ കളയാൻ കഴിച്ചോ. പുറത്തിട്ടാ പോരെ അമ്മാവ, ഇതാരും കൊണ്ടുപോയില്ല. നോക്കി നിൽക്കാതെ ഇങ്ങോട്ട് വേണം കോശവാ. ഏയ് നിക്കോ, അതിന്റെ അടുത്ത് പോണ്ട. ആരറിഞ്ഞു നിക്ക. ഈ കുട്ടിച്ചങ്ങനെ എന്നെ അസലായിട്ട് അറിയാം. എന്നെ ഒന്നും ചെയ്യില്ല. ഓ, ഞങ്ങളുടെ പറമ്പിൽ കുറെ ദിവസം ഇവനെ കൊണ്ടുവന്ന് കെട്ടിയിരുന്നു, കഴിഞ്ഞ ഉത്സവകാലത്ത്. പക്ഷേ ഇപ്പൊ പഴയ ലോക്യക്കാരെ ഓർമ്മിക്കുന്ന സമയമാണെന്ന് തോന്നിയില്ല. പൂച്ചയങ്ങളെ കണ്ടില്ലേ? ഈശ്വരാ, കുട്ടി എവിടുന്ന? മേലേക്കുളങ്ങര. അതെവിടെ? പാലക്കാട് അടുത്താ. ആരാ കൂടെ? വല്യമ്മ. ഭജിക്കാൻ എല്ലാ കൊല്ലം വല്യമ്മ വരും. ഇനി 12 ദിവസം കൂടിയുണ്ട്. ആരാ കുട്ടിയുടെ കൂടെ? അമ്മാവൻ. അമ്മാവന് 21 ദിവസത്തെ ഭജന. ഇന്ന് തുടക്കം. ഭയങ്കര ചുണ്ടിക്കാരനല്ലേ? ചുണ്ടി ആവശ്യത്തിനുണ്ട്. പക്ഷെ അതിലേറെ വേറൊരു സൂക്കറുണ്ട്, പിശുക്ക്. എന്താ പേര്? ഗൗരി. പഠിക്കുന്നുണ്ട്? 10ല്. കോളേജിലാ? അല്ല, SLC കഴിഞ്ഞു. ഇപ്പൊ വെറുതെ ഇരിക്ക. അഡ്മിഷൻ കിട്ടിയില്ല. അമ്മാവൻ വിളിക്കണ പോലെ കൊശവാന്നല്ലാട്ടോ എന്റെ പേര്. രാമു എന്നാ. കേട്ട് ഇപ്പൊ ആര് കൊശവാന്ന് വിളിച്ചാലും വിളി കേൾക്കുന്നുള്ള മട്ടായിട്ട്. ഞാൻ പോട്ടെ, വല്യമ്മ അന്വേഷിക്കും. ഈ സിനിമയുടെ മറ്റൊരു പ്രധാന ആകർഷണം കൗമാരക്കാരായ രാമുവും ഗൗരിയും തമ്മിലുള്ള
നിഷ്കളങ്ക പ്രേമമാണ്. അവർ ആ അമ്പലക്കുളത്തിൻ്റെ കൽപ്പടവുകളിൽ ഇരിക്കുന്നതും ആ ചുമർ ചിത്രങ്ങൾ കണ്ട് പരസ്പരം കഥ പറയുന്നതും ഒക്കെയാണ് ആ സിനിമയുടെ ഒരാകർഷണം. കോട്ടയിൽ അമ്പലം കണ്ടിട്ടുണ്ടോ? വളരെ പഴയ ഒരു അമ്പല, കാണേണ്ടതാ. നട തുറക്കുമ്പോഴേക്കും നമുക്ക് പോയി വരാം. കുഞ്ഞന്റെ കാര്യം ആലോചിക്കുമ്പോ ഒരു സമാധാനവും ഇല്ല. ആരാ അത്? കുഞ്ഞനാണ് എന്റെ ഏറ്റവും വലിയ ഫ്രണ്ട്. ചെറിയൊരു കൊരങ്ങനാ. അഭ്യാസമൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ? അവനിപ്പോ എന്നെ പഠിപ്പിക്കും. കഴിഞ്ഞല്ലേ എനിക്കൊരു അണ്ണാൻകുട്ടിയെ കിട്ടി. നല്ലപോലെ ഇണങ്ങിയതാ. ഒരു ദിവസം പാവം ഏതോ ഒരു കാടൻ പൂച്ച സങ്കടായി. വീട്ടിലാർക്കുണ്ട്? അമ്മ, താഴെ 3 ആള്. അനിയത്തിമാരും എടുത്തിമാരും ഒക്കെ ഉണ്ടോ രാമോന്? ആരുമില്ല. എനിക്ക് ആരുമില്ല. ഞങ്ങളുടെ അടുത്തന്നെ കോളേജ്, വലിയ കോളേജാ. ആ, ഗൗരിക്ക് എളുപ്പായില്ലോ. അവിടെ സീറ്റൊക്കെ കിട്ടും, വേണമെങ്കിൽ ചേർന്നോളൂ. അതൊക്കെ അവിടെ ചേർന്ന് പഠിച്ചോണ്ടെന്താ വിശേഷം? ഏയ് വെറുതെ, ഇടയ്ക്കൊന്ന് കാണാലോ. കുട്ടി സയൻസ് എടുക്കോ മാത്സ് എടുക്കോ കോളേജില്? ഞാൻ കോളേജിലൊന്നും പോണില്ല. പിന്നെ ആ, കുട്ടിക്ക് ഉദ്യോഗത്തിനൊന്നും തെണ്ടി നടക്കേണ്ട കാര്യം ഉണ്ടാവില്ല അല്ലേ? ഭജന കഴിഞ്ഞ് തിരിച്ചു പോകാൻ തയ്യാറാവുന്ന ഗൗരി രാമുവിൻ്റെ അടുത്ത് യാത്ര ചോദിക്കാൻ വരുന്ന ഒരു രംഗമുണ്ട്. അതുപോലെ മുത്തശ്ശിയോടൊപ്പം ഗൗരി കാറിൽ പോകുന്നത് നോക്കി നിൽക്കുന്ന രാമുവിനെ നമുക്ക് ആർക്കും മറക്കാൻ സാധിക്കും. ഞങ്ങള് രാവിലെ നേരത്തെ പോവും. ഇനി എപ്പോഴാ കാണാ? ആവോ, ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ വരൂ. വരും, വരണമെന്നുണ്ട്. എന്തോ? ഓർമ്മയുണ്ടായാൽ മതി. കേറ് പെണ്ണേ, വെയില് മൂക്കുന്നതിന് മുമ്പ് വീട്ടിലെത്തണം.
പാലക്കാടടുത്തുള്ള മേലേക്കുളങ്ങര എന്ന സ്ഥലത്താണ് ഗൗരിയുടെ വീടെന്നറിഞ്ഞ രാമു അമ്മാവനോടൊപ്പം തറവാട്ടിലേക്ക് എത്തുന്നു. സ്വന്തം അമ്മാവനല്ല, ഒരു വകയിലെ അമ്മാവനാണ്. അദ്ദേഹത്തിൻ്റെ അസ്വഭാവ ദൂഷ്യത്തിൽ രാമുവിന് അമർഷമുണ്ട്. ഒരവസരം കിട്ടിയാൽ അവിടെ നിന്നും രക്ഷപ്പെടണമെന്ന് രാമു ആഗ്രഹിക്കുന്നു. വെയിലുള്ള ദിവസമാണ്, ആ വിറകൊന്ന് കൊത്തി ചിന്തിക്കോ. ചാത്തപ്പനെ വിളിച്ചാലോ? അതിന് വേറെ ബാല്യക്കാരനെ അന്വേഷിക്കണ്ട. 3 നേരം മൂക്കറ്റം തിന്നണില്ലേ? 4 ഉള്ളി വിറക് കീറിയ തലപ്പാവ് തെറിച്ചു പോവോ? നായേ. പുളിയുടെ വർഗ മഴ പിടിക്കില്ലേ കുട്ടിയെ? പുറത്തുനിന്നൊരാളെ വിളിച്ച ഒരു ചായക്കുള്ള കാശ് കൊടുക്കണല്ലോ, അത് ലാഭിക്കണം എന്നാവും തന്തി. മുറ്റയടിക്കാനും ചാണകം വാരാനും എന്നെ വിളിക്കുന്നതും അധിക ചെലവാൻ തോന്നുന്നുണ്ടാവും. വല്ലാത്തൊരു അർക്കീസ്. രാമുവിന് ആകെയുള്ള ഒരു ആശ്വാസം തൻ്റെ സുഹൃത്തായ തിരുമേനിയാണ്. ആ തിരുമേനിയുടെ കഥാപാത്രമാണ് നമ്മുടെ ഇഷ്ടഗായകനായ ജയചന്ദ്രൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ കഥാപാത്രത്തെക്കുറിച്ച് MT അദ്ദേഹത്തോട് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നാണ്. അപ്പോൾ MT പറഞ്ഞത്, ഇത് നിങ്ങൾക്ക് വേണ്ടി എഴുതിയുണ്ടാക്കിയൊരു കഥയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ സ്വഭാവവിശേഷങ്ങളുമാണ് ഈ കഥാപാത്രത്തിനുള്ളത്. ഇത് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് MT പറഞ്ഞത് ഈ അടുത്ത കാലത്ത് ജയചന്ദ്രൻ ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി. അത് വളരെ ശരിയായിരുന്നു എന്ന് നമുക്ക് ബോധ്യമാവുകയും ചെയ്ത ഒരു അഭിനയമാണ് അദ്ദേഹത്തിൻ്റെത്. തിരുമേനി മദ്രാസിൽ തന്നെ വന്ന് താൻ ഗുരുവായൂർ പോയതിന്റെ പിറ്റേന്ന് തന്നെ വാടോ ഒരു കളിക്കാന്ന്. ചിത്രം വരെ പഠിക്കലൊക്കെ എങ്ങനെയുണ്ട്? നിർത്തി. പഠിപ്പൊക്കെ രസാ, പക്ഷെ മദുരാശിയിലെ താമസല്ലേ മടുത്തു. എടോ, ആളുകളൊക്കെ വഴിയിലല്ലേ രാവിലെ വെളിക്കിറങ്ങാതിരിക്കാം, എന്നും അത് തന്നെ കണുകാണിച്ച കഷ്ടാണേ. ഇത് കഴിഞ്ഞിട്ട് വേണം തോട്ടത്തിൽ 4 തൈ വിരിഞ്ഞു വെക്കാനുണ്ട്. ഒരു പണി പറഞ്ഞാ അത് ചെയ്യാതെ ഒരു കൂട്ടം പഞ്ചായത്തിൽ നിന്നു. താൻ അങ്ങോട്ട് വാ. കാട്ടുചേരയുടെ സ്വഭാവം ഒട്ടും മാറിയിട്ടില്ലല്ലേ? ഞാൻ കുറച്ച് പാട്ട് പഠിച്ചാലോ എന്ന് ആലോചിക്കാം. ഓ, അങ്ങനെ ഒരു ആപത്തുണ്ടല്ലേ? ചെറുപ്പത്തിൽ ഹസാരം പഠിച്ചിട്ടുണ്ട്, ഒന്ന് പരീക്ഷിച്ചു നോക്കിയാലോ? ചിത്രം വരെ മുഴുമിച്ചിട്ട് പോരെ. സ്ഥലം മോശം, ഒരു വൃത്തിയും വെടുപ്പില്ലാത്ത ആൾക്കാര്. പാലക്കാട്ട് മണിയം ഭാഗവതര് താൻ കേട്ടോ? മണിയം ഭാഗവതരെ വൈത്തി ഭാഗവതരുടെ പ്രധാന ശിഷ്യൻ. ഭാഗവതർ മരിച്ചപ്പോ ശിഷ്യനാ എന്ന് പറയാൻ ഒരുപാട് ആളുണ്ടായി. പക്ഷെ ശരിയായ ശിഷ്യൻ ഈ മണിയം ഭാഗവതര, സംശയമില്ല. വില ഇപ്പോഴോ അവിടെ എങ്ങാണ്ട് വീട് കിട്ടുമോ നോക്കാൻ നാരായണനെ അയച്ചിട്ടുണ്ട്. തേര് പോയിട്ടോ രാമു, തേര് പോയാൽ പിന്നെ 3 കളി അടിയറവ്. സംശയമുണ്ടോ? ശരിയാ, തോറ്റു. സമ്മതിച്ചോ? ഒരു വരെ കൂടെ കളിക്കാന്ന്. മതി, ജോലിയുണ്ട് തിരുമേനി. മേലേക്കുളങ്ങര ഭാഗത്ത് ഒരു വീട് കിട്ടിയാന്ന്. ക്ഷേത്രത്തിനടുത്ത ഭാഗവതരുടെ മഠം. മേലേക്കുളങ്ങര. പാലക്കാട്ട് പോകുന്നെങ്കിൽ ഞാൻ തിരുമേനിയുടെ കൂടെ ഞാനും വന്നാലോ? താൻ വന്നിട്ടോ? ഇവിടെ നിൽക്കാൻ വയ്യ. വല്ല ദിക്കിലേക്കും കള്ളവണ്ടി കയറി പോയാലോ എന്ന് കൂടി ആലോചിക്കാറുണ്ട്. ആ കുഞ്ഞീഷിന്റെ ശല്യം ധാരാളം ഉണ്ടാവും അല്ലേ? വെച്ചുണ്ടാക്കാനൊക്കെ തനിക്ക് പറ്റുമോ? ഇവിടെ ഇപ്പൊ പ്രധാന ജോലി കാരണവർക്ക് വെച്ചുണ്ടാക്കല. ചിത്രം വരെ നിർത്തി ഇനി പാട്ടാന്ന് അച്ഛനോട് പറഞ്ഞാൽ ഇവിടെ മുഴുട്ടൊക്കെ ബഹളം ഉണ്ടാവും. ഞാനും വരാൻ തിരുമേനി. നോക്കാം, ഇടയ്ക്കൊരു വരെ കളിക്കാൻ ഒരാളുണ്ടായാൽ മുഷിയില്ലേ. മേലേക്കുളങ്ങരയിലെത്തിയ തിരുമേനിയും രാമുവും അവിടെ ഒരു വീടെടുത്ത് താമസിക്കുന്നു. രാമുവിൻ്റെ തുടർ വിദ്യാഭ്യാസം
തിരുമേനി ഏറ്റെടുക്കുന്നു. രാമു കോളേജിൽ പോയി തുടങ്ങുന്നുണ്ട്, പഠിച്ച് മിടുക്കനാവുന്നു. അതിനിടയ്ക്ക് മേലേക്കുളങ്ങര ക്ഷേത്രത്തിൽ വെച്ച് ഗൗരിയെ രാമു കാണുന്നുണ്ട്. ഗൗരിയുടെ വീടന്വേഷിച്ചെത്തുന്ന രാമു കാണുന്നത് വലിയ പ്രൗഢിയുള്ള ഒരു വീടാണ്. ഞാൻ കുറച്ചു ദിവസമായി വന്നിട്ട്. അമ്പലത്തിൽ കണ്ടപ്പോ അതിശയായി, ഒട്ടും വിചാരിച്ചില്ല. ഞാനിവിടെ കോളേജിൽ താമസം? ഞാനും ഒരു ഫ്രണ്ടും കൂടി ഒരു വീട് വാടകയ്ക്ക് എടുത്തു. ഒരു എഴുത്തച്ഛൻ മാഷ്ട വീടില്ലേ, നാട്ടിലെ തിരുമേനിയാ കൂടെയുള്ള ഫ്രണ്ട്. കേറിയിരിക്കൂ. നാട്ടിലെ മറ്റേ ഫ്രണ്ടോ? കുഞ്ഞനെന്നല്ലേ പേര്? അവനും കൂടെ തന്നെ ഉണ്ട്. വല്യമ്മല്ലേ? വല്യമ്മ രാവിലെ ഒരു ചെക്കപ്പിന് ഡോക്ടറെ അടുത്ത് പോയതാ. ഞാൻ മാത്രമേ ഉള്ളൂ. ഇതാ വല്യമ്മയുടെ മുറി. വല്യമ്മ എന്റെ നേരെ വല്യമ്മയല്ല, ഒരു വകയില്. ഗൗരിയുടെ അമ്മ അനിയത്തിമാരും അവരൊക്കെ വേറെ വീട്ടില്ല. ആ ദേ, ഇതൊക്കെ ലക്ഷ്മി ഉണ്ടാക്കിയതാ. വല്യമ്മയുടെ മകന്റെ മകള്. ലക്ഷ്മിയുടെ അമ്മ മരിച്ചുപോയി. അമ്പലത്തിൽ കണ്ടത്? ലക്ഷ്മിയുടെ അച്ഛൻ വക്കീല്. ഇരിക്കൂട്ടോ, ചായ ഉണ്ടാക്കാം. വേണ്ട, ഒന്നും വേണ്ട, വെറുതെ കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. ഇതൊന്ന് ചായ ഉണ്ടാക്കാം. എന്താ ഇരിക്കാത്തത്? മറന്നിട്ടുണ്ടാവുന്ന ഞാൻ വിചാരിച്ചു. വീട്ടുപേരറിയില്ലല്ലോ. പലയിടത്തും ഞാൻ ചുറ്റി നടന്നു, എങ്ങാനും കണ്ടാലോ എന്ന് വിചാരിച്ച്. ആരാത്? ദോശക്കരിക്കാൻ ഉഴുന്നു അരി വെള്ളത്തിലിട്ടോ? ഏതാ ചെക്കൻ? ഇവിടുത്തെ കോളേജിൽ പഠിക്കണതാ. നമ്മൾ പണിക്കാരുടെ ബന്ധുക്കളോ പരിചയക്കാരോ വരുമ്പോ ഇവിടെ ഇരിച്ചിട്ടാണ് ചായ കൊടുക്കുക. 4-5 കൊല്ലം ഇവിടെ പണിക്ക് നിന്നിട്ടും പെണ്ണെ, നിനക്ക് ഇത്ര വീറിയുണ്ടായി. അടുക്കളപ്പുറത്തേക്ക് വിളിച്ചോ. ചെല്ലേ. അതുപോലെ ഗൗരി രാമുവിനെ അന്വേഷിച്ച് രാമുവിൻ്റെ വീട്ടിലേക്ക് എത്തുന്ന രംഗമുണ്ട്. അത് തിരുമേനി പിടിക്കപ്പെടുന്ന രംഗങ്ങളൊക്കെ അതീവ രസകരമാണ്. അദ്ദേഹം അത് വളരെ രസകരമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിൽ പപ്പുവും ബഹദൂറും ഒക്കെ ഉണ്ടെങ്കിലും ഇദ്ദേഹം ഹാസ്യപരമായ തൻ്റെ ആ ഒരു റോള് ഗംഭീരമായി തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഏയ് എനിക്കും ഇവിടെ അടുക്കളപ്പണി ഞാൻ ചെയ്തോളാം. വേണ്ട, കഴിഞ്ഞു. ആദ്യം വക്കീലിൽ അവിടെ അമ്മയായിരുന്നു പണിക്ക്, പിന്നെ ഞാനായി.
വെറുതെ ഞാൻ എത്ര കളവ് പറഞ്ഞു എന്ന് വിചാരിക്കാവൂ ഇപ്പോ അല്ലേ? ഞാനും ചെറിയ കളവാ പറഞ്ഞത്. തിരുമേനിയുടെ പണിക്കാരനായിട്ട് വന്നു. ഒരു നല്ല നേരത്തെ ദയ തോന്നി കോളേജിൽ ചേർന്നോളാനും പറഞ്ഞു. മല്ലിമ്മയ്ക്ക് തീരെ വയ്യ. എന്തോ കാര്യമായി സൂക്കിടാന്നാ തോന്നണേ. പണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞതിന്റെ ബാക്കി പിന്നെയും വന്നിട്ടുണ്ടോന്ന് അത്ര സംശയം. ആ വല്യമ്മയെ പോലെ നല്ലൊരാളുള്ള വീട്ടില് പണിയെടുക്കാൻ നിൽക്കണവരും കഷ്ടപ്പെടില്ല. എന്റെ കാരണവരൊക്കെ ഭേദാവല്ലോ എല്ലാരും. ആ കുട്ടി ലക്ഷ്മി പഠിച്ചില്ലേ? വീട്ടിലിരുന്ന് പഠിച്ചതാ. അതിബുദ്ധിയാ. പാവം വല്യമ്മ അതിന്റെ കാര്യം പറയുമ്പോഴൊക്കെ കരയും. ഒരു കുട്ടിയുള്ള വക്കീലിന് പലരും പറഞ്ഞു അത്രേ രണ്ടാമത് കല്യാണം കഴിക്കാൻ. വന്ന കയറിനവളി ഈ കുട്ടിയെ കഷ്ടപ്പെടുത്തിയല്ലോ എന്ന് വിചാരിച്ചിട്ടത്രേ. മൂപ്പര് സമ്മതിച്ചില്ല. മിണ്ടാൻ വയ്യൊന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഭയങ്കര വിളവാ. എന്നെ വലിയ ഇഷ്ടാട്ടോ. ചിത്രങ്ങൾ ഞാൻ കണ്ടു. ചിത്രം വരയ്ക്കണത് എന്തോ പഠിക്കാൻ പോയിരുന്നു ബാംഗ്ലൂരില്. അവക്ക് കമ്പല്ലാത്തതൊന്നുമില്ല. നടന്നോളൂ, തിരുമേനി വരുന്നുണ്ട്. ഇനി എപ്പോഴാ കാണുക? ഞാൻ വരാം, നടന്നോളൂ. വല്യമ്മ കാണാനാന്ന് പറഞ്ഞാൽ മതി. ഇനി വരുമ്പോ ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ള വിവരം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓട്ടെ. വേഗം പൊക്കോളൂ. കണ്ണീണയ്ക്കാനന്ദം നൽകിയിടുന്നു പാരം. ആഴ്ചകളും മാസങ്ങളും കഴിയുന്നു. തിരുമേനിയുടെ അച്ഛന് സുഖമില്ലെന്നറിഞ്ഞ തിരുമേനി നാട്ടിലേക്ക് തിരിക്കുന്നു. രാമുവിൻ്റെ താമസവും ഭക്ഷണവും വിദ്യാഭ്യാസവും എല്ലാം മുടങ്ങുന്നു. ഈ ഒരു വിഷമം രാമു ഗൗരിയെ അറിയിക്കുന്നു. മുത്തശ്ശിയുടെ സമ്മതപ്രകാരം KP നായർ എന്ന അഡ്വക്കേറ്റിൻ്റെ വീട്ടിൽ താമസിക്കുന്നു. അവിടുത്തെ അടുക്കളക്കാരനായ ഗോപാലൻ നായരെ സഹായിച്ച് അവിടെ നിന്നുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം തുടരുന്നു. ഇതാ വല്യമ്മ പറഞ്ഞ കുട്ടി. നിന്റെ നാട്ടുകാരൻ ചെക്കൻ. കഷം മുറിച്ചിട്ടോ? ഇളവനെ ഓലിന് ഭാഗത്തില് വേറെ മുറിച്ചിട്ടോ? നാളികേരം അരയ്ക്കാൻ നോക്ക് പെണ്ണേ. എന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് കോളേജ് പഠിപ്പിന് തരാവും. അത് നേരത്തെ അങ്ങോട്ട് പറഞ്ഞേക്കാം. കോളേജിലും അതിന്റെ അപ്പുറത്തൊക്കെ പോയി പഠിച്ചവരൊക്കെ തൊഴിലില്ലാതെ ഓരോ ശുപാർശയ്ക്ക് വേണ്ടി ദിവസം ഇവിടെ വക്കീലിന്റെ അടുത്ത് വരണത് ഞാൻ കാണുന്നുണ്ട്. എന്തിനാണോ വെറുതെ ഇങ്ങനെ കഷ്ടപ്പെടണം? അടുക്കളയില് ജൂനിയർമാര് 2. ഏതൊക്കെ കേസ് ആരോ എടുക്കേണ്ടത് ഞാൻ പിന്നെ പറഞ്ഞു. കോളേജിൽ ഒരു ചീഫ് ഗസ്റ്റായി എത്തുന്ന KP നായർ എന്ന അഡ്വക്കേറ്റ് രാമുവിൻ്റെ കഴിവുകൾ മനസ്സിലാക്കുന്നു. അദ്ദേഹം രാമുവിനെ ഒരു ഉയർന്ന ജോലിയിലേക്ക് നിയമിക്കുന്നു. അതുപോലെ രാമുവിനെ അന്വേഷിച്ച് അമ്മാവൻ എത്തുന്നുണ്ട്. ആ പഴയ ബാല്യക്കാരനെ അന്വേഷിച്ചാണ് അദ്ദേഹം എത്തുന്നത്. അത് രസകരമായൊരു സീനാണ്. അതിലുപരി തിലകൻ എന്ന മഹാനടൻ്റെ അഭിനയ പാഠവും കൂടി നമുക്ക് ആ സിനിമയിൽ കാണിച്ചു തരുന്നുണ്ട്. വക്കീലില്ല, എറണാകുളത്ത് പോയതാ. നാളെ രാവിലെ ഒന്നും ഉണ്ടാവും. വക്കീലിനെ കാണേണ്ട ആവശ്യമില്ലിപ്പോ. ഇവിടെ ഒരു പണിക്കാരല്ലേ? വിളിക്ക. എന്തിനാ വിളിക്ക? ആ കൊശവനെ നിങ്ങളുടെ പുറത്തേക്ക് വിളിക്ക്. അവന്റെ എല്ലും മുള്ളും ഞാൻ ചവിട്ടി നുറുക്കുന്നുണ്ട്. ഒച്ചയിട്ടരുത്. വല്യമ്മ സുഖമില്ലാതിരിക്കുക. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറഞ്ഞു തീർക്കാം. താൻ അവനെ കൂടെ വിളിക്കണം. അതെ, എന്നെ ശരിക്കും അറിയാത്തവനാവും. കാണത്തിലൊന്നും നിക്കണ്ട, പറഞ്ഞു വിട്ടാ മതി. അത് എനിക്കറിയാം. കയ്യോട് ഓവല വഴക്കുണ്ടാക്കണ്ടെന്ന് ഇങ്ങോട്ട് വന്നേ. കയ്യ് വിടണേ.
പറയുന്നു. എന്താ വേണ്ടത്? എടോ, കൈ വിടണമേ. തനിക്ക് എന്താ വേണ്ടത്? എടോ, തനിക്ക് എന്റെ എഴു നുറുക്കണം. എന്നാ പിടി, നുറുക്കിക്കോ. പിന്നെ അല്ല, പിന്നെ ഉണ്ട്, പിന്നെ പറയുന്ന നുറുക്കിക്കോ. ആ ചെക്കൻ ഇവിടെ ഇല്ലേ, രാമു? അമ്മാവനെങ്ങനെ ഇവിടെ? ഓ, അമ്മാമനാണോ? അതെ, വരൂ അമ്മാവ. ഗോപാലനാരെ, വേഗം ഒരു ചായ. ഓ, വരൂ അമ്മാവ, അകത്തേക്ക് ഇരിക്കൂ. വേണ്ട, നീ ഇവിടെയാണെന്ന് തിരുമേനി പറഞ്ഞു. ഇതിലെ പോയപ്പോ വെറുതെ ഒന്ന് കയറി ഇരുന്നിട്ട് പോവാം. വേണ്ട, എനിക്ക് തിരക്കുണ്ട്. പിന്നെ 10:30 ഒരു ബസ്സിന് പോവും വേണം. ഞാൻ ടൗണിലേക്കാ, ബസ് സ്റ്റാൻഡിൽ വിടാലോ. ഡ്രൈവർ വണ്ടി എടുത്തോളൂ. വേണ്ട, കയറൂന്നേ, ഞാൻ വിടാം. നിർത്തിക്ക്. ഇവിടെ മതി. നിനക്ക് ശമ്പളം ഉണ്ടാ? അങ്ങനെ കണക്കൊന്നും പറയാറില്ല. ഞാൻ ആ വീട്ടിലൊരു അംഗത്തെ പോലെയാണ്. ആ, നന്നായി. ഒഴിവുള്ളപ്പോ അങ്ങടക്കിടയ്ക്ക് വരാം. വരണമെന്ന് തോന്നാനിടയില്ല, എന്നാലും പറയാണ്. വരാം. ഞാൻ ശാസിച്ചതും ചീത്ത പറഞ്ഞതും ഒക്കെ സ്നേഹമില്ലായിട്ടാന്ന് വിചാരിക്കണ്ട. നീ നന്നാവാൻ വേണ്ടിട്ടായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് ഇവിടം വരെ എത്തിയെന്ന് വിചാരിച്ചാ മതി. ആ, നന്നാവട്ടെ, നന്നായി വരട്ടെ. അതേപോലെ രസകരമായ മറ്റൊരു സീനാണ് രാമുവിൻ്റെ പഴയ സുഹൃത്തായ തിരുമേനി രാമുവിനെ അന്വേഷിച്ചെത്തുന്നതും. അദ്ദേഹത്തിൻ്റെ അഭിനയമൊക്കെ ആ സിനിമയിൽ വളരെ രസകരവുമാണ്. അദ്ദേഹം ആ ചെസ് ബോർഡൊക്കെ ആയി രാമുവിൻ്റെ അടുത്ത് വരുന്ന രംഗം നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല. എവിടെയോ മറ്റേ കൊരങ്ങൻ? താനിപ്പോ കോളേജിലൊക്കെ ഒരാളായിട്ടല്ലേ? ചോദിച്ചവർക്കൊക്കെ അറിയാം. ഒരു കുട്ടി ഇങ്ങോട്ട് വഴിയും കാണിച്ചു. ആ, അച്ഛൻ കറക്റ്റായിട്ട് ജ്യോതിഷത്തിൽ പറഞ്ഞ സമയത്ത് എല്ലാം മരിച്ചു. അതിശയം. അമ്മാമ്മ വന്ന് പറഞ്ഞു. ഇപ്പൊ ഒരാലോചന, ആത്മീയത്തിലേക്ക് തിരിഞ്ഞാലോന്ന്. കാശി, ഗയ, ഹരിദ്വാരം ഒക്കെ ഒന്ന് പോയാലോ? നല്ലതാ. ആ, തനിച്ചു വയ്യ, താനും കൂടെ വരണം. എനിക്ക് കോളേജുണ്ട്, ഇവിടെയും ചില ജോലികളുണ്ട്. ഹായ്, വീടൊക്കെ കേമാണല്ലോ. താനും ഒന്ന് തെളിഞ്ഞിരിക്കണു. ആ, വക്കീൽ വന്നു. ആ, വരട്ടെ എന്ന്. അപ്പൊ താൻ ദേശാന്തരത്തിലില്ല. എനിക്ക് ജോലി ഉണ്ടാവും. പോട്ടെ തിരുമേനി. എടോ, ഒരു വര കളിച്ചിട്ട് പോവാന്ന്. എനിക്ക് തിരക്കൊന്നുമില്ല. എനിക്ക് തിരക്കുണ്ട്. തീർത്ഥയാത്ര കഴിഞ്ഞ് കാണാൻ തിരുമേനി. അഡ്വക്കേറ്റ് KP നായർക്ക് ഒരു മോളുണ്ട്. ആ കുട്ടി ബദരിയും മൂകയുമാണ്. അവൾ രാമുവിനെ പ്രണയിക്കുന്നു. വിവരമറിഞ്ഞ KP നായരും മുത്തശ്ശിയും കൂടി രാമുവിനോട് തൻ്റെ മകൾക്ക് ഒരു ജീവിതം കൊടുക്കണമെന്ന് പറയുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. അമ്മയുടെ മുമ്പിൽ വെച്ച് കൂടുതൽ ഞാൻ പറഞ്ഞില്ല. എന്റെ മോൾക്ക് 2.5 വയസ്സുള്ളപ്പോഴാണ് ഭാര്യ മരിച്ചത്. പലരും നിർബന്ധിച്ചു. നാവും ചെവിയൊക്കെ ഉള്ള കുട്ടികളുണ്ടാവും. അവർക്കിടയിൽ എന്റെ കുട്ടി കഷ്ടപ്പെടുമെന്ന് വിചാരിച്ച് വേണ്ടെന്ന് ചടിച്ചു. അറിയാം സാർ. നിനക്ക് പലതും ജീവിതത്തിൽ വേണ്ടതെല്ലാം തരുന്നു. പകരം ഇതേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ. ആവശ്യമല്ല, ഒരപേക്ഷ. പക്ഷേ വയ്യെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി ബാധിക്കുന്നില്ല. ഞാൻ അത്ര വിഡ്ഢിയല്ല. സാർ, ഞാൻ
പക്ഷെ എന്റെ മോളെ അവളെ മോഹിപ്പിച്ച് വേദനിപ്പിച്ചതിന് നിനക്ക് ഞാൻ മാപ്പ് തരില്ല. ദൈവം കൂടി മാപ്പ് തരില്ല. ഇവർ തമ്മിലുള്ള അടുപ്പം കണ്ട ഗൗരി തെറ്റിദ്ധരിച്ച് രാമുവിനെ സമീപിക്കുന്നുണ്ട്. രാമു തൻ്റെ ഉള്ളിലുള്ള വിഷമങ്ങൾ ഗൗരിയുമായി പങ്കുവയ്ക്കുന്നു. ദിവസം നിശ്ചയിച്ചോ? ഭക്ഷണയാണെങ്കിലും എനിക്കൊരു വീടും ആൾക്കാരും ഉണ്ട്. ഞാൻ പോയിക്കൊള്ളാം. വല്യമ്മയോട് എന്തെങ്കിലും ഒരു കളവ് പറയണമെന്നേ ഉള്ളൂ. വലിയ പദവി സൗകര്യങ്ങളും കിട്ടുന്നത് ഞാൻ മുടക്കില്ല. പേടിക്കണ്ട, ഒക്കെ നന്നായി നടക്കട്ടെ. ഗൗരി, ഞാൻ സമ്മതിച്ചിട്ടില്ല. സത്യം? സത്യം. ഓലപ്പരയാണ്. അമ്മയും താഴെ 3 കുട്ടികളും ഉണ്ട്. എന്നാലും അവിടെ ഒരു പായയിടാൻ സ്ഥലം ഉണ്ടാവുമെന്ന് വിശ്വസിച്ചോളൂ. ഇവര് പുറത്താക്കിയാലും. എന്ത് നിശ്ചയിച്ചു? ഇതിലെ ക്ലൈമാക്സ് സീൻ വർണ്ണിക്കാൻ എനിക്ക് വാക്കുകളില്ല. MT അതിമനോഹരമായി ചെയ്തു വച്ചിരിക്കുന്ന ക്ലൈമാക്സാണ്. നിഷ്കളങ്കനായ രാമു തനിക്ക് വിദ്യാഭ്യാസവും ഭക്ഷണവും താമസവും തന്നെ ആ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ കണ്ട അഡ്വക്കേറ്റ് KP നായരുടെ മകളെ വിവാഹം കഴിക്കണം, അതോ താൻ ആദ്യം കണ്ട നിമിഷത്തിൽ തന്നെ തനിക്ക് പ്രണയം തോന്നിയ തൻ്റെ ഉയർച്ചയ്ക്കെല്ലാം പിന്നിൽ നിന്ന ഗൗരിയെ കല്യാണം കഴിക്കണോ എന്ന ആശയക്കുഴപ്പത്തിൽ എത്തിയ രാമു റെയിൽവേ പാളം ലക്ഷ്യമാക്കി പോകുന്ന ആ ഒരു രംഗം, അത് നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല. അതെന്നും ഒരു നീറ്റലായി, ഒരു വിഷമമായി എല്ലാ മലയാളികളുടെയും മനസ്സിൽ ഉള്ള ഒരു ക്ലൈമാക്സാണ്. എനിക്ക് വിധിച്ചത് ഇത്രയൊക്കെ ഉള്ളെന്ന് ഞാൻ സമാധാനിച്ചോളാം. സ്വർഗത്തിൽ ഞാൻ എന്തിനാ കുട്ടി കട്ടറും പാവണത്? വരൂ, നിന്നെ വേദനിപ്പിച്ചിട്ട് എനിക്ക് ഒന്നും നേടണ്ട. വരൂ, ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. ഒക്കെ ഞാൻ പറഞ്ഞോളാം, പറഞ്ഞു സമ്മതിപ്പിച്ചോളാം. എവിടെ പോയി?
ഈ സിനിമയുടെ പ്രിയ എഴുത്തുകാരൻ MT വാസുദേവൻ നായരും അതുപോലെ ഈ സിനിമയിൽ അതിമനോഹരമായി പാട്ടുകൾ ആലപിച്ച, ഈ സിനിമയിൽ നല്ലൊരു വേഷം ചെയ്ത് നമ്മളെയൊക്കെ അതിശയിപ്പിച്ച ജയചന്ദ്രനും ഇന്ന് നമ്മോടൊപ്പമില്ല. ഇതുപോലുള്ള കഥാപാത്രങ്ങളൊക്കെയായി അവരൊക്കെ ഇന്നും നമ്മുടെ മനസ്സിൽ ജീവിക്കും. ഈ സിനിമയുടെ ഗാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിലേത് ഗാനമാണ് ഇഷ്ടമെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരവുമില്ല. ഏത് ഗാനം പാടണം എന്നൊരു കൺഫ്യൂഷൻ എനിക്കുണ്ട്. ഈ ഒരു സിനിമയിലെ ഒരു 4 വരി പാടിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് ഈ പരിപാടി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെയൊക്കെ ഇഷ്ട സിനിമകൾ കമൻറ്റ് ബോക്സിൽ ഏതാണെന്ന് നിങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത സിനിമയുടെ വിശേഷങ്ങളുമായി കാണും വരെ നന്ദി, നമസ്കാരം. കേവല മർത്യഭാഷ കേൾക്കാത്ത ദേവദൂതികയാണു നീ. കേവല മർത്യഭാഷ കേൾക്കാത്ത ദേവദൂതികയാണു നീ. ഒരു ദേവദൂതികയാണു നീ. ചിത്രവർണ്ണങ്ങൾ നൃത്തമാടും നിൻ ഉൾപ്രപഞ്ചത്തിൻ സീമയിൽ. ചിത്രവർണ്ണങ്ങൾ നൃത്തമാടും നിൻ ഉൾപ്രപഞ്ചത്തിൻ സീമയിൽ. ഞങ്ങൾ കേൾക്കാത്ത പാട്ടിലെ സ്വരവർണ്ണ രാജികളില്ലയോ, ഇല്ലയോ, ഇല്ലയോ. കേവൽ മർത്യഭാഷ കേൾക്കാത്ത ദേവദൂതികയാണു